ക്രിസ്മസ് ആയിട്ട് ക്ലേ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സമയക്കുറവ് മൂലം മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്നാലും ചെയ്യാൻ തീരുമാനിച്ച് ഇത് പണിയുള്ള സംഭവമായിപ്പോയി. ഉണ്ണിയേശുവിനെയും മാതാവിനെയാണ് ആദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. 1 മണിക്കൂറോളം അതിന്റെ പിറകെ ഇരുന്നിട്ടും എങ്ങും എത്തിയില്ല. അങ്ങനെ മടുത്ത് ഞാനത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് അത് മണ്ടത്തരമാണെന്ന് മനസ്സിലായി. അതിന്റെ കാര്യം എന്താണെന്ന് വഴിയേ പറയാം. മോൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ക്ലേയിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്തിട്ട് അവ ഉണരാൻ സമയമായിട്ടും അതിന്റെ പണിയൊന്നും ആയില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കണ്ടാൽ ഞാനത് മതിയാക്കിയത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഞാനൊരു ക്രിസ്മസ് പപ്പായ ചെയ്യാനാണ് തീരുമാനിച്ചത്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ അവൻ എണീക്കും. അവ എണീക്കുന്നതിന് മുന്നേ ചെയ്ത് തീർക്കാൻ പറ്റിയ എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു ക്രിസ്മസ് പപ്പായ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എല്ലാ പാർട്സുകളും ആദ്യമേ സെറ്റ് ചെയ്ത്. ഇത് അത്യാവശ്യം എളുപ്പം കഴിയും. പക്ഷേ ഫിനിഷിംഗ് കൊടുക്കുന്നതായി ഇത് പാടുള്ള പരിപാടി. സ്വപ്പം വെപ്രാളപ്പെട്ട് ചെയ്തൊരു വർക്കായിരുന്നു ഇത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് മുന്നേ അവൻ ഉണർന്നു. പക്ഷേ ഇങ്ങനൊരു ബുദ്ധി ഉണ്ടായിരുന്നു, അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. ഈ ബുദ്ധി എനിക്ക് കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ മാതാവും ഉണ്ണിയേശുവിനെ എനിക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുക്കായിരുന്നു അല്ലേ. അത്രയും പണിപ്പെട്ടാക്കി വെച്ചിട്ട് അവസാനം ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞു. കീസ് വെച്ച് കവർ ചെയ്ത് വെച്ചിരുന്നിട്ട് രാത്രിയാണ് ഞാൻ പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം എനിക്ക് അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു. ഈ പണി രാത്രി ചെയ്യാനിരുന്നിട്ട് രാത്രിയാണെങ്കിൽ കറണ്ട് ഓടിപ്പോയി. പിന്നെ എമർജൻസി ലൈറ്റില്ല, ബാക്കി കുറച്ച് പണികളും കൂടെയൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ സമയം എടുത്ത് പണിപ്പെട്ട് സാന്റാക്ലോസിനെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സാന്റാക്ലോസിന്റെ ലുക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഇപ്പൊ തോന്നിയില്ലെങ്കിലും പെയിന്റ് അടി കഴിയുമ്പോൾ സാന്റാക്ലോസിന്റെ ഒരു ചായ വരുത്താനാണ് എന്റെ ശ്രമം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്രിസ്മസോട് കൂടി ഒരു 1000K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആക്കണേ. എങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോ. കമന്റ് ചെയ്യാൻ മറക്കല്ലേ.